കുഞ്ഞാവ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എന്താ കാര്യം എന്താ? നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടാത്ത പണിയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. ജാസ്മിൻ ഇതിലൂടെ എത്രമാത്രം സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട്, എത്രമാത്രം ഇതിനകത്ത് നിന്ന് പൈസ ഏൺ ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കാമോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പല്ലേ, നിങ്ങൾ ഇത് എത്രമാത്രം യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡ് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കാണിക്കാമോ? അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? അത് ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഇതിന്റെ കാശ് ഞാൻ തരാം, തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. അതല്ല ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. പൊന്നോ ഒടുക്കത്താ. പിന്നെ ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇതിനകത്ത് ആലിസ് ക്രിസ്റ്റി വളരെ സന്തോഷകരമായിട്ട് കാര്യം പറയുന്നു. പെൺകുട്ടികൾക്ക് റോസ് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൺകുട്ടികളൊക്കെ മറ്റേ തവിട് കൊടുത്തും മറ്റേ അബില് കൊടുത്തും വാങ്ങിച്ച ആൾക്കാരാണോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രശ്നമാണല്ലോ. പ്രശ്നം ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത് നോർമൽ ആയിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റിയല്ല നിങ്ങളെ പോലുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഈ മുട്ടാലങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. സംഭവത്തിന്റെ വഴി ഇതുവഴിയാണ്. പൈസ ഉണ്ടാക്കണം എന്നുള്ള സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ആ റോസാപ്പൂ കിട്ടുമ്പോഴേക്കും അക്കൗണ്ടിലേക്ക് ഒന്നുമില്ലാതെ കുറച്ചേരം സംസാരിച്ച് കുറച്ച് പൈസ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും എന്ന് ചിന്ത വരുന്ന കുട്ടികൾ ഇതിനകത്തുനിന്ന് വഴിതെറ്റാൻ എത്ര നിസ്സാരമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയായിരുന്നു ഇവിടെ? കാലത്തിന്റെ ഒരു പോക്കെ. എത്ര മാന്യന്മാരായിരുന്നു ഈ പിള്ളേര്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഫ്രണ്ട്സിനെ കണ്ടെത്താൻ ഇപ്പം നമ്മുടെ തനി മലയാളിയിലെ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ പറഞ്ഞതുപോലെ കൂടുതൽ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ആലിസ് ക്രിസ്റ്റി പറഞ്ഞതുപോലെ കുറേയധികം നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള അല്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ് കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്